ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ബി.ജെ.പിക്ക് എങ്ങനെ തിരുവനന്തപുരം നഗരസഭയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് മുരളീധരന്റെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ്സുകാരനാണ്. RSSന്റെ തിട്ടൂരം തനിക്ക് ആവശ്യമില്ല. ബീഹാറിലെ വിജയം കണ്ട് ബി.ജെ.പി. കേരളത്തിൽ പടക്കം പൊട്ടിക്കാൻ നോക്കേണ്ട എന്നും കെ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. തലസ്ഥാനത്ത് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കെ മുരളീധരനാണ്. അദ്ദേഹം എന്നോടൊപ്പം വലിയതുറയിലെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. വലിയ തരത്തിൽ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു RSS മുൻ പ്രവർത്തകൻ എന്ന് BJP അവകാശപ്പെടുന്നയാളുടെ ആത്മഹത്യ സംഭവിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വം താങ്കൾക്കെതിരെ അടക്കം വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. S. സുരേഷാണ് അദ്ദേഹം പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ ഒരു കിങ്ങിണിക്കുട്ടനല്ല എന്ന കാര്യം കെ മുരളീധരൻ മനസ്സിലാക്കണം. എന്താണ് അവർക്ക്? ചന്ദ്രശേഖരൻ ഒരു വെറും ബിസിനസ്സുകാരൻ മാത്രമാണ്, അത് രാഷ്ട്രീയക്കാരനല്ല. കെ മുരളീധരൻ നല്ല രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ RSSകാരെ തിട്ടുവരാൻ കെ മുരളീധരൻ ആവശ്യമില്ല. ഞാൻ എല്ലാ കാലത്തും അവർ എതിർത്തിട്ടുള്ള ആളാണ്, ഇനിയും ഞാൻ എതിർക്കും. ഈ നഗരസഭയുടെ ഭരണം കൈയാളാൻ BJPക്ക് യോഗ്യതയില്ല എന്ന് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്തൊരു പാർട്ടിക്ക് ഈ നഗരസഭയെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോകും. RSSും BJPയും എന്ത് തന്നെ ഹാലളകിയാലും ശരി, അവരെ ഈ നഗരസഭയിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ ശബരിനാഥനെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ അത്തരമൊരു അവരെ ആരും മൈൻഡ് ചെയ്യുന്നപ്പോ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്തൊരു പാർട്ടി അവർക്ക് എങ്ങനെ ഈ നഗരസഭയെ ഏൽപ്പിക്കാൻ കഴിയും? ഇന്ത്യയിലെ അവർ ചില സ്റ്റേറ്റിലൊക്കെ ജയിക്കുന്നുണ്ട്, അത് ശരിയാണ്. അതുകൊണ്ട് ഈ ബീഹാറിൽ വിജയിച്ചു എന്ന് വിചാരിച്ചിട്ട് തിരുവനന്തപുരത്ത് പടം പൊട്ടിക്കാൻ നിൽക്കണ്ട. തിരുവനന്തപുരത്ത് ഒരിക്കലും പൊട്ടിക്കേണ്ടി വരില്ല. എന്തായാലും വലിയ തരത്തിലുള്ള ആവേശം നിറച്ചുകൊണ്ടാണ് UDFന്റെ പ്രചാരണം എല്ലാ സ്ഥലങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കെ മുരളീധരൻ തന്നെ പരമാവധി സ്ഥലങ്ങളിൽ നേരിട്ടെത്തിക്കൊണ്ട് വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്തെ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട വാർഡുകളിലെല്ലാം കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇപ്പോൾ തത്സമയം ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഡാൻ, ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുറുകുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ. അതിന് ഈ വാദപ്രതിവാദം അടിക്ക് തിരിച്ചടി എന്ന നിലയിലുള്ള ഈ പ്രതികരണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണോ? തീർച്ചയായിട്ടും അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ S. സുരേഷ് രൂക്ഷമായ വിമർശനം കെ മുരളീധരനെതിരെ കിങ്ങിണിക്കുട്ടൻ എന്ന പരാമർശം നടത്തിക്കൊണ്ട് ഉന്നയിച്ചത്. ശബരിനാഥനെ ലക്ഷ്യമിട്ടുകൊണ്ടും അത്തരത്തിലുള്ള ഒരു പരാമർശം BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അതിനപ്പുറത്ത് അത്തരത്തിൽ അദ്ദേഹത്തെ ഒരു കിങ്ങിണിക്കുട്ടനായി രാഷ്ട്രീയത്തിൽ എത്തിയ ആളല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന് BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം കെ മുരളീധരനുമൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നായിരുന്നു പരാമർശം. അതിനുള്ള മറുപടിയുമായാണ് ഇന്നലെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ബീഹാറിലെ വിജയം കണ്ടുകൊണ്ട് കേരളത്തിൽ പടക്കം പൊട്ടിക്കേണ്ടെന്ന പരിഹാസം കൂടി മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതോടൊപ്പം പ്രധാനമായി തന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണെന്ന് പൊതുസമൂഹത്തിനറിയാം, അതിന് മറ്റാരുടെയും തിട്ടൂരം വേണ്ട എന്ന ഒരു പരാമർശം കൂടി മുരളീധരൻ നടത്തുകയുണ്ടായി. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഏറ്റവും മൂർധന്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ വാക്പോരും തർക്കങ്ങളുമൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ സാഹചര്യം. അതായത് വാക്പോര് രൂക്ഷമാകുന്നു, തർക്കങ്ങൾ രൂക്ഷമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസർ എന്ന നിലയിലൊക്കെ പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നേതാക്കൾ ഇത്തരത്തിൽ ശക്തമായ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.